Hi everyone, welcome back to Cogen English. Happy New Year to all my dear subscribers and viewers. ഇന്ന് ഈ ചാനലിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2025 ഒരു സന്തോഷ വാർത്ത. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും HSA ഇംഗ്ലീഷ് ആസ്പിരൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത്. എല്ലാവർക്കും അറിയാം HSA ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് ഡീറ്റെയിലിംഗ് ഞാൻ ഇപ്പോൾ വെബ്സൈറ്റിൽ കണ്ടിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഐ വിൽ ഷെയർ ഹിയർ. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ജാനുവരി 29 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ആരും മറക്കരുത്. 29-ാം തീയതിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണമെന്നുള്ളതൊക്കെ വളരെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. കഴിഞ്ഞ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എത്ര പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി എന്ന് ശ്രദ്ധിക്കേണ്ടത് ഏത് ജില്ലയിലാണെന്ന് നോക്കി, അതുപോലെ തന്നെ റിസർവേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ജില്ല സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെങ്ങനെ സെലക്ട് ചെയ്തിട്ടും നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ഡിസിഷൻ PSCയുടെ ഡിസിഷൻ പലർക്കും അറിയാം. ഷോർട്ട് ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം വളരെ കുറച്ചിട്ടാണ് ലിസ്റ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് എക്സ്പയർ ആവാനും വളരെ എളുപ്പത്തിൽ നടക്കും. പക്ഷെ ബെസ്റ്റ് ഒരു 20-ലെങ്കിലും ബെസ്റ്റ് ഒരു 50-ലെങ്കിലും ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി എന്നുള്ളൊരു ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. സോ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അനദർ പോയിൻ്റ് ഇൻ കണക്ഷൻ വിത്ത് സിലബസ് മാറുമോ എന്നുള്ള ചോദ്യം. പേഴ്സണലി ഐ വിഷ് ടു ചേഞ്ച് ദ സിലബസ്. പറയാനുള്ള കാരണം, നമ്മുടെ ഒരു PSCയുടെ സിസ്റ്റം നമ്മുടെ വെറും ഒരു ബുക്കിഷ് നോളജ് മാത്രം ഒരു ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ബുക്കിഷ് നോളജ് മാത്രം അസസ് ചെയ്യുന്നതിൽ ഐ എം നോട്ട് ഹാപ്പി. I have created so many videos on my channel in connection with that. So especially English language teachers അസസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ടീച്ചേഴ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ അഭിരുചി പാഷനേറ്റ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരു റിട്ടൺ എക്സാമിൻ്റെ അല്ലെങ്കിൽ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ടീച്ചറിനെ അസസ് ചെയ്യുന്നില്ല അത്രത്തോളം ഇതല്ല. എങ്കിലും സിലബസിൽ കാര്യമായ മാറ്റങ്ങൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു മെജോറിറ്റി നമ്മൾ ലിറ്ററേച്ചറായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പോർഷൻസ് മൊഡ്യൂൾസ് ആർ ദാറ്റ് ഒരിക്കലും മാറാത്ത വിഷയങ്ങളാണുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിറ്റററി ടേംസും അതുപോലെ തന്നെ ക്രിറ്റിസിസവും ഇതെല്ലാം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മാറ്റം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഉള്ളത് ലിറ്ററേച്ചറിലെ വർക്കുകളിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം. So anyway, I think majority of the HSA aspirants, they have started studying, right? So anyway, detailed ഒരു വീഡിയോ, നമ്മുടെ സിലബസിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ, അത് മാറുമോ ഇല്ലയോ, ഇനി മാറുകയാണെങ്കിൽ ഏതൊക്കെ മാറും, മാറാത്ത വിഷയങ്ങൾ ഏതൊക്കെയെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. So if you are first time on my YouTube channel, don't forget to subscribe and press the bell icon for getting my latest video notification. So all the best. Thank you.